രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61ാമത് ചരമവാർഷികം മുട്ടം ഇന്ദിരാഭവനിൽ ആചരിച്ചു. DCC അംഗം ജേക്കബ് തറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ 61ാമത് ചരമവാർഷികം മുട്ടം ഇന്ദിരാഭവനിൽ ആചരിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ബി ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC അംഗം ജേക്കബ് തറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 1948 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മൾ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയുന്ന പോലെ പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും ഒക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു വലിയ ജനതയെ സംരക്ഷിക്കേണ്ട ചുമതല ഏറ്റെടുത്ത വ്യക്തിത്വമാണ് ജവഹർലാൽ നെഹ്റു. ഒരു കുട്ടസൂചി പോലും നിർമ്മിക്കാനുള്ള വ്യവസായ സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന ഇന്ത്യയിൽ ഇത് നമ്മൾ കാണുന്ന ഈ ആധുനിക സൗകര്യങ്ങളിലേക്ക് ഇന്ത്യ എത്തിച്ചത് നമ്മുടെ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തിന് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ നയങ്ങളും കാഴ്ചപ്പാടുകളും പ്രവർത്തന ശൈലിയും ഒട്ടേറെ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കാലം കഴിയും തോറും നെഹ്റുവിയൻ ആശയങ്ങൾക്ക് വലിയ പ്രസക്തി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ പോലും ബഹുമാനത്തോടെ കാണുന്ന ഒരു മഹാനായ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും നിയമബിരുദം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തി നേരെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നെങ്കിലും അത്തരം ഒരു സുഖലോലുപത്വം ആഗ്രഹിക്കാതെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സമരം ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് സാധാരണ ജനങ്ങളുമായി സംവദിച്ച് അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മനസ്സിലാക്കി ഇന്ത്യയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇന്ത്യയിൽ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചു. KB ഹരികുമാർ സ്വാഗതവും ജയരാജൻ വല്ലൂർ കൃതജ്ഞതയും പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, പോഷക സംഘടനാ പ്രസിഡന്റുമാർ, ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ഹരിപ്പാട്.